everyone, I am Akhila Narayanan, Triple I Commerce Academy Academy Head for CA courses. In this video, we are going to discuss how to prepare for CA Foundation December 23. അതായത് നിങ്ങളുടെ CA ഫൗണ്ടേഷൻ്റെ അടുത്ത എക്സാമിന് വരാൻ പോകുന്നത് ഡിസംബർ 2023 ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ മെജോറിറ്റി ആളുകളും ഈ കഴിഞ്ഞ എക്സാമിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ളൊരു റിസൾട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ എങ്ങനെ നിങ്ങളുടെ റിവിഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദി മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ എടുത്ത് വെച്ച് പഠിക്കാനിരുന്നാൽ ഇപ്പോൾ തന്നെ റിസൾട്ട് വന്നിട്ട് കുറച്ച് ദിവസം ആയല്ലേ, 1, 2, 3 ദിവസമായിട്ടും ആ ഒരു ചാപ്റ്റർ പോലും ഒന്ന് കവർ ചെയ്യാൻ പറ്റാതെ സ്റ്റക്ക് ആവുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ളൊരു ചാപ്റ്റർ എടുത്ത് വെച്ച് പഠിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ഇതൊക്കെ ഞാൻ നല്ല രീതിയിൽ പഠിച്ചതാണല്ലോ, എന്നിട്ടും എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന രീതിയിലുള്ളൊരു തോട്ട് അതിങ്ങനെ വന്ന് കുത്തിയിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, ഞാൻ പഠിച്ച സമയത്ത് എനിക്കും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതിൽ നമുക്ക് റിക്കവർ ചെയ്യണം അല്ലേ. നമ്മളൊരു ബിഗിനിങ് സ്റ്റേജിലാണല്ലേ, CA ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ കോഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ബാരിയേഴ്സ് ഒക്കെ ഇനിഷ്യലി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിക്കവർ ചെയ്ത് തന്നെ പോകണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, ഞങ്ങൾക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പ്ലാൻ ചെയ്യുന്നത്. അതായത് നിങ്ങളെപ്പോലെ തന്നെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഒരു കൂട്ടം കുട്ടികൾ നമുക്ക് ഇതിന് മുമ്പത്തെ ബാച്ചിലൊക്കെ നമ്മളുടെ അടുത്ത് വന്നിരുന്നു. അവർക്ക് നമ്മൾ കൊടുത്ത ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് റിവിഷനാണ്. ആ റിവിഷൻ എങ്ങനെ ചെയ്യണം, പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ തന്നെ ചെയ്യണം. ഈ പ്ലാനിങ്ങിൽ ഓരോ ദിവസവും ഇന്നു മുതൽ നിങ്ങളുടെ എക്സാം വരെയുള്ള ഓരോരോ ദിവസവും നിങ്ങൾ ഏത് രീതിയിൽ പ്ലാൻ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് തരും. ആ പ്ലാൻ ഫോളോ ചെയ്ത് എഴുതിയവർ, അതായത് ഒരു ലാസ്റ്റ് 20 or 30 ഡേയ്സിലോ പ്ലാനിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വന്നത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 11/8 ആണല്ലേ, 24/12 നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ മൊത്തം 135 ഡേയ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ 135 ഡേയ്സിനെ എങ്ങനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് അപ്കമിങ് എക്സാമിന് ഇത്തവണ ഞാൻ ജയിക്കും, ഇതെനിക്കുള്ളതാണ് എന്നുള്ള കോൺഫിഡൻസോട് കൂടി എഴുതാൻ പറ്റും. ഈ ഒരു പ്ലാൻ നമ്മൾ ഇതിന് മുമ്പുള്ളവർക്ക് കൊടുത്തു. ആ ബാച്ചിൽ അങ്ങനെ വന്നിരുന്ന് പഠിച്ച കുട്ടികൾ 100% കുട്ടികളും നമുക്ക് എന്തിട്ടുണ്ട് റിസൾട്ടോട് കൂടി പാസ്സായിട്ടുമുണ്ട്, നല്ല മാർക്സ് അവർ സ്കോർ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ടൈം വി ആർ ഓഫറിങ് ദിസ് പ്ലാൻ ഫോർ ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. നമ്മൾ എല്ലാവർക്കും ആ പ്ലാൻ നമ്മൾ ഫ്രീലി അവൈലബിൾ ആക്കുകയാണ്. ആവാത്ത കുട്ടികൾ ഇവിടെ വന്നിരുന്ന് പഠിച്ച് പാസ്സായി പോയിട്ടുണ്ട്, പക്ഷെ അവർക്ക് കൊടുത്ത അതേ ഷെഡ്യൂൾസ്, അതേ പ്ലാനുകൾ, അത് ചുമ്മാ നമ്മളിരുന്നൊരു പ്ലാൻ അല്ല. നമ്മൾ കുറേ ആളുകൾ ഇരുന്ന് ഓരോ സബ്ജക്റ്റിനും എത്ര സമയം വേണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വേണ്ട വെയിറ്റേജ് കൊടുത്ത് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്യുവാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇനിയുള്ളത് 135 ഡേയ്സ് ആണ്. നിങ്ങൾ എപ്പോഴും ഒരു കൗണ്ട് ഡൗൺ കീപ്പ് ചെയ്യണം. നമ്മളിടുന്ന ഷെഡ്യൂളിൽ ഉൾപ്പെടെ ഈ കൗണ്ട് ഡൗൺ ഉണ്ടാവും. ഓരോ ദിവസവും എത്ര ദിവസം എനിക്കിനി എക്സാമിലേക്ക് ഉണ്ട് എന്നൊരു കൗണ്ട് ഡൗൺ ഉണ്ടാവും. അതിനെക്കുറിച്ച് നിങ്ങൾ നല്ല ബോധേഡ് ആയിരിക്കണം. അതാണ് വൺ ഓഫ് ദി കീ തിങ്. ഇനി എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇനിയുള്ള 135 ഡേയ്സിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം 24th എക്സാം തുടങ്ങുവാണെങ്കിൽ അതിന് മുമ്പുള്ള 2 ദിവസം 2 days ബിഫോർ എക്സാം എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടി തന്നെ മാറ്റിവെക്കും, നമ്മുടെ അക്കൗണ്ട്സിൻ്റെ ലാസ്റ്റ് മിനിറ്റ് റിവിഷനാണ് അല്ലേ, അത് അതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കും. അതിന് മുമ്പുള്ള 16 ദിവസം നമുക്ക് എന്തിനു വേണം, മോക്ക് എക്സാംസ് എഴുതാൻ വേണം. മോക്ക് എക്സാംസ് എഴുതാൻ എന്തിനാണ് ഈ 16 ദിവസം, അതായത് 4 സബ്ജക്റ്റാണ് നിങ്ങൾക്കുള്ളത് അല്ലേ. 4 സബ്ജക്റ്റിൻ്റെയും മോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന ഡേയ്സിൽ മോക്ക് എഴുതാനല്ല ഞാൻ പറയുന്നത്. മോക്ക് എപ്പോഴാണ് എഴുതേണ്ടത്, എല്ലാം പഠിച്ച് ഏകദേശം ഒന്ന് സെറ്റായി എക്സാമിന് മുമ്പുള്ള സമയങ്ങളിൽ വേണം മോക്ക് എഴുതാൻ വേണ്ടി. അപ്പം 4 സബ്ജക്റ്റിന് 2 മോക്ക് എഴുതണമെങ്കിൽ മൊത്തം 8 ദിവസം. മോക്ക് ഒരുമിച്ചിരുന്ന് ഫുൾ എഴുതി തീർക്കേണ്ട പരിപാടിയാണോ, അല്ല. എക്സാമിന് എങ്ങനെയാണോ നിങ്ങൾ പോയി എഴുതുന്നത് അതുപോലെ തലേ ദിവസം എൻറ്റയർ ചാപ്റ്ററിനെ റിവൈസ് ചെയ്ത് മോർണിംഗ് സെഷനിൽ അതിനെ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് എക്സാം ഏത് സമയത്താണോ നിങ്ങൾ എഴുതുന്നത് അതേ സമയത്ത് ഒരു ട്രയൽ എന്ന രീതിയിൽ നിങ്ങൾ മോക്ക് എഴുതി നോക്കണം. ആ രീതിയിൽ മോക്ക് എഴുതണമെങ്കിൽ 16 ദിവസം 8 സബ്ജക്റ്റ് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക്, അല്ലെങ്കിൽ 4 സബ്ജക്റ്റ് 2 തവണ വീതം എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ 16 ദിവസം നമ്മൾ അതിനു വേണ്ടി തന്നെ മാറ്റി വെക്കണം. അതിന് മുമ്പുള്ള 16 ദിവസം ഞാനൊരു റിവിഷൻ എക്സാം ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പുള്ളൊരു 101 ഡേയ്സ് ക്ലാസ്, വർക്ക് ബുക്ക്, യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ റിവിഷൻ എക്സാമും ക്ലാസ്, വർക്ക് ബുക്ക് ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ ഒരു 117 ദിവസം, കുറഞ്ഞ പക്ഷേ ഒരു 110 ദിവസമെങ്കിലും അല്ലെ, എന്തെങ്കിലുമൊക്കെ പനിയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 110 ദിവസം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഈ പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങൾ പെടും, നിങ്ങൾ റിപ്പീറ്റേഴ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഉണ്ടാകും. സെൽഫ് സ്റ്റഡി ആയിട്ട് പഠിക്കുന്നവരാണെങ്കിലോ ഓൾറെഡി അറ്റൻഡ് ചെയ്ത ക്ലാസ്സുകൾക്ക് റിവിഷൻ അല്ല നിങ്ങളുടെ നോട്ട്ബുക്ക് വെച്ചിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ടാകും. അതിനെയാണ് ഞാൻ ക്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് എന്ത് പെടും, വർക്ക് ബുക്ക്. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വർക്ക് ബുക്ക് ഇല്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. വർക്ക് ബുക്ക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് വർക്ക് ബുക്കിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് പെടുന്നത്. അതായത്
നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻസ്, എല്ലാ സ്റ്റഡി മെറ്റീരിയൽസിലും ഇല്ലുസ്ട്രേഷൻസ്, എക്സാമ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടോപ്പിക്കിന് അണ്ടറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുകൂടാതെ ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ യൂണിറ്റ് തീർന്നു കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അല്ലേ, ആ ഒരു ക്വസ്റ്റ്യൻസ്. അതുകൂടാതെ പുറകോട്ടുള്ള RTPs, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്ര RTP ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് റീറ്റെയിൻ ചെയ്യുന്നത്. പുതിയൊരു RTP വരുമ്പോൾ 4 RTP മെയിൻറ്റെയിൻ ചെയ്യും, ലാസ്റ്റത്തേത് കളയും അല്ലേ. അങ്ങനെ എത്ര RTP ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അത്രയും RTPയിലെ ക്വസ്റ്റ്യൻസ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന് തൊട്ട് മുമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മോക്ക് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ സജസ്റ്റഡ് ആൻസേഴ്സ്, അതും കൂടി ഇതിനകത്ത് വരാനുണ്ട്. സജസ്റ്റഡ് ആൻസറും കൂടെ വരാനുണ്ട്. എന്നാൽ സജസ്റ്റഡ് ആൻസർ പ്രീവിയസ് എക്സാംസിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിരിക്കുന്ന സജസ്റ്റഡ് ആൻസർ. ഇത്രയും കാര്യങ്ങളുടെ സമ്മനിയാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് വിളിക്കുന്നത്. ഈ വർക്ക് ബുക്ക് വേണം നിങ്ങൾ ഓരോ ക്ലാസ്സിൻ്റെയും ഒപ്പം പഠിച്ച് പോകാൻ വേണ്ടി. അതായത് നിങ്ങൾ റിപ്പീറ്റേഴ്സ് ബാച്ച് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് അന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ആ പർട്ടിക്കുലർ ചാപ്റ്ററിൻ്റെ ഇത് ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണ് എടുക്കുന്നതെങ്കിൽ നോട്ട്ബുക്ക് വെച്ച് നിങ്ങൾ റിവൈസ് ചെയ്തതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം. സിമിലർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒഴിവാക്കുക, അറ്റ്ലീസ്റ്റ് ഒന്ന് സ്ക്രിബിൾ ചെയ്തോ അല്ലെങ്കിൽ ഫൈനൽ ആൻസറിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നുണ്ടോ ഒന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി നോക്കിയില്ലെങ്കിലും ഒന്ന് എഴുതി നോക്കുക തന്നെ വേണം. ഇനി അതിൻ്റെ കൂടെ എന്തും കൂടെ നടത്തണം, യൂണിറ്റ് ടെസ്റ്റുകൾ. ഒരു ചാപ്റ്റർ ഫുള്ള് ഞാൻ പഠിച്ചു എന്ന് സ്വയം തോന്നിയാൽ പോരല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് എഴുതി തന്നെ നോക്കണം. ആ ടെസ്റ്റ് പേപ്പർ, അതായത് നിങ്ങൾ തോന്നും ഓരോ ചാപ്റ്റർ വൈസസ് ഒക്കെ ടെസ്റ്റ് എവിടെ നിന്ന് കിട്ടും, അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മൾ ഇവിടുന്ന് ഓഫർ ചെയ്തു എന്ന് പറയുന്നത് ഇതാണ് മെയിനായിട്ട്. നിങ്ങൾക്ക് ഇന്ന ദിവസം ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞൊരു ഒരു ഷെഡ്യൂൾ തരും. എന്നിട്ട് 4 ദിവസം കൊണ്ട് നിങ്ങൾ എത്ര ചാപ്റ്റർ ആണോ പഠിക്കാൻ ഞങ്ങൾ പറയുന്നത് അത്രയും ചാപ്റ്ററിൻ്റെ എക്സാംസ് 2 3 ചാപ്റ്റേഴ്സൊക്കെ ഒന്നിച്ചായിരിക്കും. അതിൻ്റെ യൂണിറ്റ് വൈസസ് ഉള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടി നടത്തി തരും. അപ്പം ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. ഇത്ര സമയം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ കീം അവൈലബിൾ ആയിരിക്കും. സോ അതിൻ്റെ ആൻസർ എഴുതുക, ആൻസർ കീമായിട്ട് സ്വയം ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ റെസിഡൻഷ്യൽ ബാച്ചുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള റിപ്പീറ്റഡ് ബാച്ചുകളോ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കത് കറക്റ്റ് ചെയ്ത് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി ഇത് മാത്രം ചെയ്താൽ മതിയോ? പോരാ അല്ലേ. നമ്മൾ ഓരോ ഓർഡറിൽ, ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ട് ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ പഠിച്ച് പോയി കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് പഠിച്ച് മറന്നു പോകത്തില്ലേ. അപ്പോൾ എന്ത് വേണം, റിവിഷൻ എക്സാം. അതാണ് ഈ കിടക്കുന്ന റിവിഷൻ എക്സാം. ഏകദേശം ഒരു 50% ഓഫ് ദ സിലബസ് നിങ്ങൾ കവർ ചെയ്തു എന്ന് തോന്നുമ്പോൾ നമ്മൾ ഇവിടുന്ന് റിവിഷൻ എക്സാംസ്, അതൊരു 5 ചാപ്റ്റർ ഒന്നിച്ചുള്ള എക്സാം, അല്ലെങ്കിൽ ഇപ്പം 2 ടോപ്പിക്കുകൾ ഒന്നിച്ചാണ്, സെക്ഷൻ എ സെക്ഷൻ ബി ഒന്നിച്ചാണ് നിങ്ങൾക്ക് എക്സാം നടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെക്ഷൻ എയിൽ മാത്രം എക്സാം. അങ്ങനെ ഒരു സെക്ഷൻ വൈസസ് ആയിട്ട്, ഇപ്പം BCR പോലുള്ള പേപ്പറിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ്റെ മാത്രം എക്സാം, അങ്ങനത്തെ എക്സാംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നടത്തുന്നുണ്ടാവും. ഇനി ഇതെല്ലാം നടത്തിയിട്ട് നമ്മൾ പിന്നെ മോക്ക് എക്സാമിലേക്കാണ് പോകുന്നത്. സോ ഈ ഒരു ഓൾമോസ്റ്റ് ഒരു 110 അല്ലെങ്കിൽ 115 ഡേയ്സിൻ്റെ പ്രോപ്പർ പ്ലാൻ, എക്സാംസും ക്ലാസ്സും വർക്ക് ബുക്കും എല്ലാം കൂടെ ആയിട്ടുള്ള പ്രോപ്പർ പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇത് നിങ്ങൾ ചുമ്മാ ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ പാസ്സാവുമെന്നാണോ പറയുന്നത്? ഉറപ്പായിട്ടല്ല. അത് നിങ്ങൾ ജസ്റ്റ് ആർക്കാണ്ട് വേണ്ടി ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. എനിക്ക് ഈ സോൾവ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസിലും ആക്യുറസി വേണം. ആ ക്വസ്റ്റ്യൻസ് ഇനി വരുമ്പോൾ ഞാൻ തെറ്റിക്കില്ല എന്നൊരു ഉറപ്പോട് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ആ ഉറപ്പ് എങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും? നിങ്ങൾ ഒരു 5-6 മാസം അല്ലെങ്കിൽ എക്സാംസിന് ഇനി സമയമുണ്ടല്ലേ, ഒരു 3 മാസം മുമ്പ് സോൾവ് ചെയ്തൊരു ക്വസ്റ്റ്യൻ എക്സാമിന് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ അതെനിക്ക് തെറ്റില്ല എന്ന് ഉറപ്പ് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല അല്ലേ. അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അതിന് നിങ്ങളൊരു എക്സ്ട്രാ എഫേർട്ട് ഇടണം. അതായത് നിങ്ങൾ വർക്ക് ബുക്ക് ആണെങ്കിലും അത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ വർക്ക് ബുക്കിന് ഒരു സെപ്പറേറ്റ് ബുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓരോ തവണ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുന്നു, വർക്ക് ബുക്കിൽ ആൻസർ സോൾവ് ചെയ്യുന്നു, എന്നിട്ട് ശരിക്കായിട്ടുള്ള ആൻസർ കീയുമായിട്ട് ഇതിനെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ് അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കീപ്പ് ചെയ്യണം. ആ മിസ്റ്റേക്സുകൾ ഒരു റെഡ് കളറിൽ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട്, അതായത് എൻ്റെ ആൻസർ വെട്ടി കറക്റ്റ് ആൻസർ എഴുതാനല്ല നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്ത് മിസ്റ്റേക്കാണോ വരുത്തിയത് ആ മിസ്റ്റേക്കിനെ മാത്രം ഒന്ന് റെഡിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അതായത് ലോയിലാണെങ്കിൽ ഒരു പ്രൊവിഷൻ എഴുതിയില്ല, അല്ലെങ്കിൽ ഒരു കീവേഡ് എഴുതിയിട്ടില്ല നിങ്ങളുടെ ആൻസറിൽ, ആ കീവേഡ് മാത്രം റെഡിൽ എഴുതുക, ബാക്കി നിങ്ങളുടെ എൻ്റെ ആൻസർ ബ്ലൂവിലിരുന്നോട്ടെ. അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആണെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഡിപ്രീസിയേഷൻ എടുക്കാൻ മറന്നു എന്ന് വിചാരിച്ചോ. സോ ഡിപ്രീസിയേഷൻ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ശരിയായിട്ടുള്ള ആൻസർ ഫുള്ള് നിങ്ങളോട് റീറൈറ്റ് ചെയ്യാൻ പറയുന്നില്ല. സോ ഇത് എന്താ ചെയ്യുന്നത്, ശരിക്കും നിങ്ങൾ റിപ്പീറ്റഡ്ലി വരുത്തുന്ന മിസ്റ്റേക്കുകളെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ബുക്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണ്. വർക്ക് ബുക്കിൽ മാത്രമല്ല, നിങ്ങൾ യൂണിറ്റ് എക്സാംസ് എഴുതുന്നതും ഇതുപോലുള്ള നോട്ട് ബുക്കിലായിരിക്കും. ഈ നോട്ട് ബുക്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മിസ്റ്റേക്കുകളെ ഹൈലൈറ്റ് ചെയ്യണം. ഹൈലൈറ്റ് യുവർ മിസ്റ്റേക്സ്. എന്തിനാണ് മിസ്റ്റേക്സുകളെ ഹൈലൈറ്റ് ചെയ്യുന്നത്? ഇത് റിപ്പീറ്റ് ആവുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. ഇതെങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി പറ്റും? ഈ റിവിഷൻ എക്സാംസുകളും യൂണിറ്റ് എക്സാംസുകളും വർക്ക് ബുക്കുകളും നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടാവുമല്ലോ. അതിൻ്റെ എൻഡിൽ റിവിഷൻ എക്സാം വരുന്ന സമയത്താണെങ്കിൽ 5 ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ 5
ചാപ്റ്ററിനും നമ്മൾ സോൾവ് ചെയ്ത വർക്ക് ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാകും. 5 ചാപ്റ്ററിനും നമ്മൾ യൂണിറ്റ് എക്സാംസുകൾ എഴുതിയിട്ടുണ്ടാകും ചാപ്റ്റർ വൈസ്. അതിൻ്റെ നോട്ട് എന്തുണ്ടാകും, ആൻസർ നമ്മുടെ കയ്യിലുണ്ടാകും. ഇതിൽ നിന്നെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? റെഡിങ്കിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മിസ്റ്റേക്സുകൾ കാണാൻ വേണ്ടി പറ്റും. ഈ മിസ്റ്റേക്സുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ മോക്ക് എക്സാം അല്ലെങ്കിൽ റിവിഷൻ 5 ചാപ്റ്റർ ഒന്നിച്ചുള്ള റിവിഷൻ എക്സാമിൻ്റെ മുമ്പ് ഓവറോൾ ഒരു റിവിഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മിസ്റ്റേക്സുകളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. എന്നിട്ട് മനസ്സിൽ ഉറപ്പിക്കണം ഈ മിസ്റ്റേക്കുകളെ ഞാൻ ഇനിയും വരുത്തുകയില്ല എന്ന്. അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്സിനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത്. അതാണ് വൺ ഓഫ് ദ വേ. ഇനി ഈ ക്ലാസ്, വർക്ക് ബുക്ക്, റിവിഷൻസ് ഇതെല്ലാം നിങ്ങൾ നടത്തി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് നടത്താൻ വേണ്ടി പറ്റും? ഒരു ഓവറോൾ റിവിഷൻ. ഈ ഓവറോൾ റിവിഷനെ റിവിഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സംഭവം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറിയാവോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് നോളജ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ക്യാപ്സ്യൂൾസ് ആയിട്ട് വളരെ കളർഫുൾ ആയിട്ടുള്ള സമ്മറി നോട്ട്സുകൾ നിങ്ങൾക്ക് വേണ്ടി സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് ശരിക്കും ഭയങ്കര ക്രിസ്പ് ആയിട്ടുള്ള സമ്മറിയാണ്. അത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് എന്തിനു വേണ്ടി? ക്ലാസ് നോട്ട്സുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയമായിട്ടുള്ള സമ്മറി നോട്ട്സുകൾ റീപ്ലേസ് ചെയ്യാൻ അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് എന്താ? നിങ്ങൾ ഈ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മിസ്റ്റേക്സുകൾ. ഇതൊക്കെ കാര്യങ്ങളെല്ലാം റെഫർ ചെയ്തിട്ട് ഓക്കെ, ഐ എം ഗുഡ്, ഇപ്പം ഞാൻ ഈ ചാപ്റ്റർ ഫുള്ള് പഠിച്ചിട്ടുണ്ട്, ഇത് ഫുള്ള് റിവൈസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് വരുന്ന റിപ്പീറ്റഡ് മിസ്റ്റേക്സ് ഇതൊക്കെയാണെന്ന് ഞാൻ വെൽ ബോധേഡ് ആണ്. ഈ ബോധത്തോടു കൂടി വേണം നിങ്ങൾ റിവിഷൻ എക്സാം ആണെങ്കിലും മോക്ക് എക്സാം ആണെങ്കിലും എഴുതാൻ വേണ്ടി. അപ്പോൾ അവിടെ ഒരു വലിയ എവറിത്തിങ് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ എക്സാംസ് എഴുതാൻ പറ്റില്ലല്ലേ? കാരണം 2 ദിവസം കിട്ടിയാലേ ഫുള്ള് റിവൈസ് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും നിങ്ങളുടെ ആ ഒരു സ്റ്റേജിൽ. പക്ഷേ മാക്സിമം റിവൈസ് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് ഞാനിത് റിപ്പീറ്റ് ചെയ്യില്ല, മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ റിവിഷൻ എക്സാംസും മോക്ക് എക്സാംസും എഴുതുക. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു റിവിഷൻ മോക്സ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഫേസിൽ, അതായത് ഈ ഒരു ലാസ്റ്റ് 16 ഡേയ്സിലേക്ക് വരുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം? നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും മേജർ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ എക്സാംസ് എഴുതി കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കേണ്ടത് RTP ആണ്. അതായത് ഇതുവരെ നമ്മൾ നോക്കിയ വർക്ക് ബുക്കിനകത്ത് ഈ തുടങ്ങുന്ന സ്റ്റേജിലുള്ള RTP അല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തുണ്ട്? ഡിസംബർ എക്സാമിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് RTP ഇറക്കും. ആ RTPയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിക്കണം, എഴുതി നോക്കണം. വരുന്ന മിസ്റ്റേക്സുകളെ അവിടെയും ഹൈലൈറ്റ് ചെയ്യണം. RTPയിലെ മിസ്റ്റേക്സുകൾ മാത്രം നിങ്ങൾക്ക് ഒരു 5-6 ലൈനേ ഉണ്ടാവുള്ളൂ അല്ലേ? പക്ഷേ RTPയിലെ ആൻസർ മൊത്തം എഴുതി വയ്ക്കാനല്ല ഞാൻ പറയുന്നത്. മെജോറിറ്റിയും നിങ്ങൾക്ക് അന്നേരം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. തെറ്റിപ്പോകുന്ന ഏരിയാസ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് ആ RTPയുടെ നോട്ട്സ് കീപ്പ് ചെയ്യുക. അതുപോലെ പുതിയ 2 മോക്കുകളും കൂടെ വരും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്ന് അല്ലേ? മോക്ക് 1, മോക്ക് 2. ആ മോക്കുകൾ ഈ 16 ഡേയ്സിൽ നിങ്ങൾ എഴുതുന്നുണ്ടാകും. ആ മോക്ക് എഴുതുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കിട്ടുന്ന 1.5 ഡേയ്സ് കൊണ്ട് പഠിച്ച എൻ്റയർ സബ്ജക്റ്റിലെ എല്ലാ ടോപ്പിക്കുകളും റിവൈസ് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്സുകളെല്ലാം റിവൈസ് ചെയ്ത് RTPയിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എല്ലാം റിവൈസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ മോക്ക് എഴുതുന്നുണ്ടാവുക. ആ മോക്കിൻ്റെ പേപ്പറും നിങ്ങൾ കീപ്പ് ചെയ്യണം, അതിലെ മിസ്റ്റേക്സുകളും നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെ കീപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ, എത്ര ലെവൽ ഓഫ് റിവിഷൻസ് നിങ്ങളിപ്പോൾ കഴിഞ്ഞു? ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു റിവിഷൻ അല്ലേ? ക്ലാസിൻ്റെ നോട്ട്സ് റിവൈസ് ചെയ്തപ്പോൾ ഒരു റിവിഷൻ കഴിഞ്ഞു. വർക്ക് ബുക്ക് എടുത്ത് ഓരോ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് റിവിഷൻ ആയിരുന്നു. യൂണിറ്റ് ടെസ്റ്റ് ഒരു റിവിഷനാണ് അല്ലേ? ഇവിടെ നിങ്ങൾ ഇങ്ങനൊരു ചാർട്ട് നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ സംഭവം ഓക്കെയാണ്. ഈ ചാർട്ടിൽ നോക്കിയേ, ഇത് ഞാൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ട്സിൻ്റെ മാത്രമാണ് ചാർട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും കൂടി ചേർത്തിട്ട് നിങ്ങളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. എന്നിട്ട് അതിപ്പോൾ ക്ലാസ് കഴിഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ ഇത് ടിക്ക് ചെയ്യുക. ആ കറസ്പോണ്ടിങ് ക്ലാസ്സിൻ്റെ വർക്ക് ബുക്ക് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ വർക്ക് ബുക്ക് ടിക്ക് ചെയ്യുക. അതിൻ്റെ റിവിഷൻ, നിങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള റിവിഷൻ കഴിഞ്ഞു. എന്തൊക്കെ അതിനകത്ത് പെടും? റിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്യാപ്സ്യൂൾസ് അത് ചെക്ക് ചെയ്തിട്ടുണ്ടാകും, നിങ്ങളുടെ സമ്മറി നോട്ട്സ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് റിവിഷൻസും കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂണിറ്റ് എക്സാംസ് എഴുതുന്നുണ്ട്. സോ ഏതൊക്കെ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് എക്സാം എഴുതി? റിവിഷൻ എക്സാം. അപ്പോൾ 4-5 ചാപ്റ്റർ ഒന്നിച്ചായിരിക്കും റിവിഷൻ എക്സാം വരുന്നുണ്ടാവുക. ആ ചാപ്റ്ററിൻ്റെ റിവിഷൻ എക്സാം എഴുതി. പിന്നെ നിങ്ങൾ RTP നോക്കി, മോക്ക് നോക്കി. ഇതിങ്ങനെ ഈ ഒരു ചാർട്ടിൽ ടിക്കിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യും? കൂടി വന്നുകൊണ്ടേയിരിക്കും. അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പോയി എക്സാം എഴുതാൻ പറ്റും. ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, എക്സാമിന് പോകുന്നതിന് തലേ ദിവസവും കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നുള്ള ടിക്ക് മാത്രമേ നിങ്ങൾക്ക് ഈ ചാർട്ടിലുള്ളൂ. നിങ്ങൾ വർക്ക് ബുക്കോ ക്വസ്റ്റ്യൻസോ സോൾവ് ചെയ്തിട്ടില്ല, RTP നോക്കിയിട്ടില്ല, റിവിഷൻ എക്സാംസോ യൂണിറ്റ് എക്സാംസോ എഴുതി നോക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എവിടെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക? അപ്പോൾ കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടോ അവിടുന്ന് ഇവിടുന്ന് റാൻഡമായിട്ട് കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടോ കാര്യമില്ല. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം. ടൈം ടേബിൾ അനുസരിച്ച് പോയാൽ
ഈ ഒരു 101 ആ ഒരു ടൈം ഫ്രെയിമിലുള്ള ടൈം ടേബിൾ തീരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാ ചാപ്റ്ററിൻ്റെയും കീ ആയിട്ടുള്ള ഏരിയ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാകും. ടൈം ടേബിൾ അനുസരിച്ച് പോകുമ്പോൾ ഉള്ള മേജർ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓർത്ത് നോക്കി, നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കാനിരുന്നു, ഒരു ദിവസം കൊണ്ട് അത് തീർന്നില്ല, നിങ്ങൾ പിറ്റേ ദിവസം ആ ചാപ്റ്റർ തന്നെ പഠിക്കാനിരിക്കും. പക്ഷേ ടൈം ടേബിൾ അനുസരിച്ചാണെങ്കിൽ അങ്ങനെ ആവില്ല പോകുന്നത്. ഇന്ന ദിവസമാണ് ആ ചാപ്റ്ററിന് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ 70% നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ എങ്കിൽ അത് അവിടെ കൊണ്ട് നിർത്തും. അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ ആണെങ്കിൽ ആ ചാപ്റ്റർ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തുടങ്ങും, ബിക്കോസ് അതിൻ്റെ എക്സാം ഉണ്ടല്ലോ. എന്നിട്ട് ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഇച്ചിരി നേരത്തെ തീർക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബാക്കി നോക്കും. അതുപോലെ ഓരോ റിവിഷൻ എക്സാമും എടുക്കുമ്പം നിങ്ങൾ 1 മുതൽ 5 വരെയുള്ള ചാപ്റ്ററാണ് റിവിഷൻ എക്സാം എങ്കിൽ ആദ്യത്തെ 3 ചാപ്റ്റർ പഠിച്ചിട്ടാവില്ല റിവിഷൻ എക്സാം എഴുതുന്നത്. 5 ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. അതായിരിക്കും ആദ്യം റിവൈസ് ചെയ്യുന്നത്. അത് റിവൈസ് ചെയ്ത് വന്നിട്ടായിരിക്കും നിങ്ങൾ റിവിഷൻ എക്സാം 5 ചാപ്റ്റർ ഒന്നിച്ചുള്ള റിവിഷൻ എക്സാംസ് എഴുതുക. അതുപോലെ മോക്ക് എക്സാംസ് ഒക്കെ കഴിയുമ്പം ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്നും അതാണ് ആദ്യം ഞാൻ പഠിക്കേണ്ടതെന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ, 10 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 10ൽ 5 ചാപ്റ്റർ പഠിക്കുന്നതാണോ 10 ചാപ്റ്ററിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് പഠിക്കുന്നതാണോ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ നിങ്ങൾ എങ്ങനെ അറിയും എന്നുള്ളതല്ലേ. അത് സത്യം പറഞ്ഞാൽ RTPs, മോക്ക് എക്സാംസ്, ഇതിലൊക്കെ നിങ്ങൾ കവർ ചെയ്യുന്ന ഏരിയാസ്, ആ ക്വസ്റ്റ്യൻസിൽ വരെ നിങ്ങൾ പഠിച്ചു വരുന്ന പ്രൊവിഷൻസ്, അതെപ്പോഴും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് തരുന്ന ഒരു വേ ആണ് RTP മോക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡാവേണ്ട. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങൾ തന്നെ ആയി വന്നോളൂ. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? മോക്ക് എക്സാംസ് എല്ലാം കഴിഞ്ഞു, എക്സാമിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. ഈ എക്സാമിന് മുമ്പുള്ളൊരു 1.5 days ഉണ്ട് അല്ലേ, ഓരോ എക്സാമിന് മുമ്പ്. അത് ശരിക്കും ക്രൂഷ്യലാണ്. ആ സമയത്ത് നിങ്ങളെ എയ്ഡ് ചെയ്യാൻ ഒരു ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് ഫാക്കൾട്ടീസ് നിങ്ങൾക്ക് കുറേ അധികം വീഡിയോസ് തരുന്നുണ്ടായിരിക്കും. മോസ്റ്റ് ഫോക്കസ് ഏരിയ, മോസ്റ്റ് റിപ്പീറ്റഡ് ഏരിയാസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അധികം ഹെൽപ്പ് നിങ്ങൾക്ക് വരുന്നുണ്ടാകും. ആ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എന്ത് റിവൈസ് ചെയ്യണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ തൊട്ട് നിങ്ങൾ താഴോട്ട് റിവൈസ് ചെയ്ത് വരണം. ഓരോ ചാപ്റ്ററിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ഏതാണ് അത് തൊട്ട് നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ ബാക്കി ഏരിയാസിനെ ഇങ്ങനെ പഠിച്ച് വേണം വരാൻ വേണ്ടി. ഇനി ആ റിവിഷൻ, ഈ 1.5 day റിവിഷനകത്ത് ഉറപ്പായിട്ടും നിങ്ങൾ വിട്ടുപോകാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ ഹൈലൈറ്റഡ് മിസ്റ്റേക്സ്. നിങ്ങളുടെ വർക്ക് ബുക്കിലാണെങ്കിലും ഇതുവരെ എഴുതിയ എക്സാംസിലാണെങ്കിലും എന്തുണ്ടാകും? നിങ്ങൾ റിപ്പീറ്റഡ്ലി വരുത്തുന്ന മിസ്റ്റേക്സുകൾ ഉണ്ടാകും. ആ മിസ്റ്റേക്സുകൾ നിങ്ങൾ ഉറപ്പായിട്ടും റിവൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രാജുവലി ഈ റിപ്പീറ്റഡ് മിസ്റ്റേക്സിന് എന്ത് ചെയ്യാൻ പറ്റും? കുറേയൊക്കെ സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ആ മിസ്റ്റേക്ക് വരുന്നില്ല എന്ന് കുറേ എക്സാംസ് എഴുതുമ്പോൾ മനസ്സിലാവില്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് ഗ്രാജുവലി സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഹൈലൈറ്റഡ് മിസ്റ്റേക്സിൻ്റെ എണ്ണം കുറയും. പക്ഷേ അത് എക്സാമിന് തലേ ദിവസം ഉറപ്പായിട്ടും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. RTP നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. പിന്നെ എല്ലാ RTPയിലും അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ടാകും. അമെൻമെൻറ്റ്സ് എപ്പോഴും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പെർസ്പെക്റ്റീവിൽ. സോ അമെൻമെൻറ്റ്സ് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കിയിട്ടുണ്ടാവണം. സോ ഇത്രയും കാര്യം നോക്കിയിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസോട് കൂടി എക്സാമിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലാണ്ട് പോയി എക്സാം എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ റിവിഷൻ ചെയ്ത് കുറേ എക്സാംസ് എഴുതി, മോക്ക് എക്സാംസ് ഒക്കെ എഴുതി നിങ്ങൾ ലാസ്റ്റ് ഫേസിൽ ചെല്ലുമ്പോഴും എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ അയ്യോ എനിക്കിതൊന്നും ഓർമ്മയില്ല, ഞാനിതെല്ലാം മറന്നുപോയി തുടങ്ങി എന്നൊരു പ്രശ്നം വരും. അത് എല്ലാവർക്കും വരുന്നതാണ്. റാങ്ക് ഹോൾഡർ ഉൾപ്പെടെ എല്ലാവർക്കും അത് വന്നിട്ടുണ്ടാകും. പക്ഷേ അതെന്താ എന്തുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നതെന്ന് അറിയാമോ? ഇത്രയധികം റിവിഷൻ ചെയ്യുമ്പോൾ ഞാനിനി അത് മറക്കില്ല എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ റിവിഷൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ റിവിഷൻ്റെ പർപ്പസ് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയൊന്നും അല്ല. എന്തിനാ റിവിഷൻ്റെ പർപ്പസ്? അതായത് ആദ്യമായിട്ട് നിങ്ങളൊരു സബ്ജക്റ്റ്, ഒരു ചാപ്റ്റർ എടുത്ത് പഠിച്ചാൽ ഓൾമോസ്റ്റ് ചിലപ്പോൾ ഒരു 7 or 6 hours എടുക്കും നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഒന്ന് പഠിക്കാൻ വേണ്ടി. പിന്നെ സെക്കൻഡ് ടൈം അത് റിവൈസ് ചെയ്യുമ്പോഴോ സമയം 2 മണിക്കൂറാകും. ഒന്നും കൂടി റിവൈസ് ചെയ്യുമ്പോഴോ അത് 1/4 മണിക്കൂറായിട്ട് കുറയും. അപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് റിവിഷൻ ആയിട്ട് യൂണിറ്റ് എക്സാംസ്, റിവിഷൻ എക്സാംസ്, മോക്ക് എക്സാംസ്, ഇതിൻ്റെ ഓരോ ലെവലിൽ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ എക്സാമിൻ്റെ തലേദിവസമുള്ള സമയത്ത് നിങ്ങൾക്കൊരു 7-8 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേപ്പറിലുള്ള എൻറ്റയർ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും കോൺഫിഡൻ്റ്ലി. അതാണ് ശരിക്കും റിവിഷൻ്റെ പർപ്പസ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ എക്സാമിൻ്റെ തലേദിവസം വരുന്ന പ്രശ്നം 10 ചാപ്റ്റർ ഉണ്ട്, ഞാൻ 5 ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ, റിവൈസ് ചെയ്യാത്ത ഒന്നും എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവാണ് പ്രശ്നം അല്ലേ? നമ്മൾ റിവൈസ് ചെയ്യുന്നതിൻ്റെ മേജർ ഉദ്ദേശം എന്ത് തന്നെയാണ്? എക്സാമിൻ്റെ തലേദിവസം എടുക്കുന്ന റിവിഷൻ ടൈം മിനിമൽ ആക്കുക എന്നുള്ളതാണ്. അത് ഉറപ്പായിട്ടും പറ്റിയിട്ടുണ്ടാവും. ഇത് ഞാൻ ഓർക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എക്സാമിൻ്റെ തലേദിവസം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്കിത് പഠിക്കാൻ, ഓർത്തെടുക്കാൻ എനിക്ക് 1/2 മണിക്കൂർ മതി. പണ്ടത്തെ പോലെ എനിക്ക് 3 മണിക്കൂർ വേണ്ട. സോ 1/2 മണിക്കൂർ കിട്ടി എനിക്കിത് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. ആ കോൺഫിഡൻസ് ലെവലിലേക്ക് നിങ്ങൾ വന്നാൽ മതി. അല്ലാതെ വേറെ പ്രശ്നമൊന്നും നമുക്ക് റിവിഷൻ കാരണം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇത്രയും റിവിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് പറ്റും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഒന്നും ഒരിടത്തും പോകാതിരുന്നാൽ മതി.
സോ പ്ലാനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ എക്സാംസിന് പഠിക്കണം, ഏത് ദിവസം ഏത് സബ്ജക്റ്റ് പഠിക്കണം, ഏത് രീതിയിൽ നിങ്ങൾ എക്സാംസ് എഴുതണം, ഓരോ 4 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് എക്സാംസ്, പിന്നെ ഒരു 50% സിലബസ് കവർ ചെയ്ത് കഴിയുമ്പോൾ റിവിഷൻ എക്സാം, ഇതിൻ്റെ എല്ലാം പ്രോപ്പർ പ്ലാനിങ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫ്രീ ആയിട്ട് തന്നെ അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ പറ്റും. വന്ന് നിന്ന് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് റിപ്പീറ്റേഴ്സിൻ്റെ ബാച്ച്, ക്ലാസ് വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക് റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ടാകും. ആ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിലും പഠിക്കാൻ വേണ്ടി പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വർക്കൗട്ടായ സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വർക്കൗട്ട് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരെയും അടുത്ത ലെവലിലേക്ക് പെട്ടെന്ന് തന്നെ ചാടിക്കിടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.